അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം. ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ട അത്യുത്തമോത്തമായ അധ്യാത്മരാമായണം പഠിക്കുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. മൈത്രീകരവും ധനധാന്യവൃദ്ധിപ്രദവും ശത്രുവിനാശകവും ആയുരാരോഗ്യവർദ്ധകവും സൗഖ്യപ്രദവും സകലാഭീഷ്ട സാധകവുമായ അധ്യാത്മരാമായണം ഭക്തിപൂർവം പഠിക്കുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ മഹാപാതകങ്ങളിൽ നിന്നുപോലും മുക്തനാകും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനവും പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് സുപുത്രനെയും ലഭിക്കും. വിദ്യാഭിലാഷി ജ്ഞാനിയായി മാറും. അധ്യാത്മരാമായണം വന്ധ്യയായ യുവതി കേൾക്കാനിടയായാൽ അവൾക്ക് സന്തതി ഉണ്ടാകും. ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടും. ദരിദ്രൻ സമ്പന്നനായി മാറും. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ച അധ്യാത്മരാമായണം നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തിയോടെ അധ്യയനം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും. ഇങ്ങനെ ഭക്തിപൂർവം കിളിപ്പൈതൽ കഥ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ മനസ്സു തെളിഞ്ഞ് ലോകരെല്ലാം അതു കേട്ടു. രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർദ്ധാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടും. അർത്ഥി കേട്ടിടുകിലർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കുകിൽ സുഖിയായി വരുമവൻ. ഭീതനിതു കേൾക്കി നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിലനാതുരനായി വരും. ഭൂതവൈതാത്മാർത്ഥമായുടനുണ്ടാകുമാധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പൂണ്ട അധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോക്ഷം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം
തെളിഞ്ഞു കേട്ടു മഹാലോകരും.